Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു ഐലാൻഡ് കാണിക്കുകയാണ്. അവിടെ നമ്മുടെ ലൂഫി അവനവന്റെ കാലങ്ങനെ മുകളിലേക്ക് നീട്ടി വലിയൊരു പാറയിൽ ആഞ്ഞടിക്കും. അവന്റെ ആ ഒരു അടിയിൽ പാറയാണെങ്കിൽ മുഴുവനായിട്ടും തകർന്ന് തവിട് പൊടിയാവുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് കൂമ അവൻ ഈ കാഴ്ചയെല്ലാം കണ്ട് അങ്ങനെ അനങ്ങാൻ നിൽക്കും. ലൂഫിക്കപ്പോ 16 വയസ്സ് മാത്രമാണ് പ്രായം. ലൂഫിയുടെ ഈ പവറും പഞ്ചും എബിലിറ്റിയും ഒക്കെ കണ്ട് ഒരു സിംഹവും ഒരു കടുവയും ഒരു മുതലയും അവറ്റുകൾ രണ്ടും അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവറ്റുകളെ നോക്കി ചിരിക്കും. എന്തുപറ്റി, നിങ്ങൾ പേടിച്ചു പോയോ? ആദ്യത്തെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതൊന്നും കാണാനില്ലല്ലോ. സത്യത്തിൽ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് പവർഫുള്ളായി. എന്നെ ഇപ്പൊ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എയ്സിനെ പോലും തോൽപ്പിക്കുമെന്ന് പറയും. ലൂഫിക്കിപ്പോ 16 വയസ്സ് മാത്രമാണ് പ്രായം. അവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരു കടുവയും മുതലയും അവരെ രണ്ടുപേരെയും അടിച്ച് പഞ്ചറാക്കി അവനവന്റെ അടിമകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ കൂമയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ട് അതിശയത്തോടു കൂടെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ കൂമയും ഡ്രാഗണും അവർ രണ്ടുപേരും ഒരു കപ്പലിൽ ഇപ്പൊ ലൂഫിയുള്ള ഐലാൻഡിലേക്ക് വരും. കൂമയാണെങ്കിൽ ഡ്രാഗനോട് ചോദിക്കും, നിങ്ങൾ അടിക്കടി ഈ ഐലാൻഡിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ എന്താണ് ഈ ഐലാൻഡിന് ഇത്രമാത്രം പ്രത്യേകത? ഉടനെ ഡ്രാഗൺ ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, ഒരു പിതാവിൻ്റെ വേദന അത് നിനക്ക് മനസ്സിലാവില്ല. ഇടയ്ക്കെങ്കിലും ഒരു പിതാവിൻ്റെ കടമ നിറവേറ്റാനാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പോഴാണ് കോമ തിരിച്ചറിഞ്ഞത് ഡ്രാഗൺ ഒരു മകനുണ്ടെന്ന്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫി. കട്ട് ചെയ്ത കോമയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ലൂഫിയെ തന്നെ നോക്കും. ലൂഫി ആണെങ്കിൽ ടെററായിട്ട് നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മൗണ്ടൈൻ തല്ലി തകർക്കും. അതിനുശേഷം അവരോട് പറയും, എനിക്ക് 17 വയസ്സായാൽ തീർച്ചയായിട്ടും ഞാനും ഒരു പൈററ്റായി മാറും. എൻ്റെ ടീമിൽ ഒരുപാട് ടീംമേറ്റ്സിനെ ഞാൻ ആഡ് ചെയ്യും. എൻ്റെ ടീംമേറ്റ്സിനെ ആരെങ്കിലും തൊട്ടാ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ കടുവയും മുതലയും നോക്കി അട്ടഹസിക്കുകയാണ്. അവറ്റകളാണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കും. അതിന് ലൂഫി ആണെങ്കിൽ അവറ്റകളെ സമാധാനിപ്പിക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെപ്പോലുള്ള പേടിത്തൊണ്ടന്മാരെ ഞാൻ ഒന്നും ചെയ്യില്ല. അടുത്ത നിമിഷം ഇപ്പൊ കൂമയ്ക്ക് ഒരു കോള് വരികയാണ്. അതിന്റെ ഡ്രിം സൗണ്ട് അത് കറക്റ്റായിട്ട് ഇപ്പൊ ലൂഫി കേൾക്കും. അവൻ ആ ഭാഗത്തേക്ക് നോക്കും, അവിടെ ആരും കാണാനില്ല. അവൻ അവിടെ മുഴുവൻ നടന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷെ ആരും തന്നെ അവൻ അവിടെ എവിടെയും കണ്ടെത്താനാവില്ല. തോന്നിയതാവുന്നു കരുതി അവൻ അടുത്ത ഒരു മൗണ്ടൈൻ അത് തല്ലി പൊട്ടിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ കൂമ അവനാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പായി മറ്റൊരു ഭാഗത്ത് വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യും. നേവിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കോളാണത്. ഓപ്പോസിറ്റുള്ള ആൾ പറയും, ഒരു മർച്ചന്റ് ഷിപ്പിനെ പൈററ്റ് കപ്പലിൽ ചില പൈററ്റ്സ് അറ്റാക്ക് ചെയ്യാണ്, എത്രയും വേഗം അവരെ സേവ് ചെയ്യണം എന്നായിരിക്കും ഓപ്പോസിറ്റുള്ള ആൾ പറയാ. കൂമ അത് കേൾക്കേണ്ട താമസം അവിടേക്ക് പോകും. കൂമയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ മർച്ചന്റ് കപ്പലിലേക്ക് വരികയാണ്. അവരാണെങ്കിൽ പേടിച്ച് വരച്ച് ഇപ്പൊ കൂമയോട് പറയും, ആ പൈററ്റ്സ് ഞങ്ങൾ പലരെയും അറ്റാക്ക് ചെയ്തു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ഞങ്ങളുടെ കപ്പലിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ അവരടിച്ചു മാറ്റി. ആ വഴിയാണ്, ആ ദിശയിലൂടെയാണ് അവർ രക്ഷപ്പെട്ടു പോയെന്ന് പറയും. കപ്പലിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ബാക്ക് ടു നോർമൽ ആക്കാൻ പറ്റും. ഭൂമിയാണെങ്കിൽ ആ പരുക്ക് പറ്റിയ ആൾ അങ്ങനെ താങ്ങിയെടുക്കുകയാണ്. എനിക്ക് എത്രയും വേഗം ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനാൽ നേവിക്കാരനാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിന്റെ മിഷൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതല്ല, മറിച്ച് ആ ഒരു പൈററ്റ് ടീമിനെ അവരെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. അതിന് കൂമയാണെങ്കിൽ തീർത്തു പറയും, ഉറപ്പായാലും ഞാൻ ആ പൈററ്റ് ടീമിനെ പിടിക്കും. പക്ഷെ അതിനു മുൻപ് എനിക്ക് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ആ പൈററ്റ് കപ്പലിലേക്ക് വരും. കൂമയാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിങ്ങൾ ആരെയും ഞാൻ കൊല്ലണ്ട എങ്കിൽ നിങ്ങൾ മോഷ്ടിച്ചെടുത്ത സാധനങ്ങൾ അതെല്ലാം എനിക്ക് തിരികെ തരണം. കൂമയെ കാണുമ്പോൾ തന്നെ പേടി തോന്നിയ അവരെല്ലാവരും മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും ഇപ്പോൾ കൂമയുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ച് അവനോട് മാപ്പ് പറയാണ്. ഹാപ്പി ആയിട്ട് കൂമ തിരികെ അവൻ്റെ കപ്പലിലേക്ക് വരും. അതിനുശേഷം എല്ലാ ദിവസത്തെയും പോലെ അവൻ പോയ ഇടങ്ങളും അവൻ്റെ ഓരോരോ അനുഭവങ്ങളും അത് ലെറ്ററായിട്ട് അവൻ്റെ മകൾ ജ്വല്ലറി പെണ്ണിന് അയക്കുകയാണ്. പക്ഷേ ഇവിടെ ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ കൂമയുടെ ഒരു ലെറ്റർ പോലും കിട്ടില്ല. അപ്പോൾ ഒരുപാട് വിഷമത്തിൽ കൂടെയുള്ളവരോട് എന്തുകൊണ്ടായിരിക്കും എൻ്റെ പപ്പ എനിക്ക് ലെറ്റർ അയക്കാത്തത്? ഒരുപക്ഷെ അദ്ദേഹം എന്നെ മറന്നിട്ടുണ്ടാവോ? അതിനവർ പറയും, അയ്യോ ഇല്ല, ഒരിക്കലും നിന്റെ പപ്പ നിന്നെ മറക്കില്ല. എന്തെങ്കിലും ചെറിയ തിരക്കിൽ പെട്ടുപോയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ആ കത്ത് ഡെലിവറി ചെയ്യുന്ന ബേർഡ് അത് അഡ്രസ്സ് തെറ്റിപ്പോയി മറ്റെവിടെയെങ്കിലും ലെറ്റേഴ്സ് ഡെലിവർ ചെയ്യുന്നുണ്ടാവും. എന്തായാലും എത്രയും വേഗം നിന്റെ പപ്പയുടെ ഒരു ലെറ്റർ നിന്നെ തേടി എത്തുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ന്യൂസ് പേപ്പറിനോടൊപ്പം കൂമ എഴുതിയ ഒരു ലെറ്റർ അവിടേക്ക് വരികയാണ്. അത് കണ്ട ആ വില്ലത്തി പെണ്ണ് ആ ലെറ്റർ എടുത്ത് കയറി പറിച്ച് കളയാണ്. അവിടെയുള്ള എൽഡേഴ്സിന് അത് കാണുമ്പോൾ ഒരുപാട്
ഒരുപാട് വിഷമവും ദേഷ്യമൊക്കെ തോന്നും. കാരണം മാസത്തിൽ 10 ലെറ്ററെങ്കിലും അവൻ അവന്റെ മകളായ ജ്വല്ലറി പെണ്ണിന് അയക്കുന്നുണ്ട്. ആ ഒരു ലെറ്റർ പോലും അവൾ ജ്വല്ലറി പെണ്ണിന്റെ കയ്യിൽ എത്തിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അവളാണെങ്കിൽ കോമയെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് ആ ലെറ്റേഴ്സ് കീറി കളഞ്ഞുകൊണ്ടേയിരിക്കും. ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ അവളുടെ പപ്പയെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടാത്തതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ ദേഷ്യം കൂടി വരും. അവളുടെ ദേഷ്യം കൂടുമ്പോൾ അവളുടെ ബോഡി അത് ജയന്റായി മാറും. അങ്ങനെ അവൾ അൺകൺട്രോൾഡായി ജയന്റായി മാറുന്ന ഒരു സമയം ആ വില്ലത്തി പെണ്ണ് അവൾ അവിടേക്ക് കടന്നു വരും. ആ ഗ്രാൻഡ് ആണെങ്കിൽ നൈസായിട്ട് അവളെ സംസാരിച്ച് ഡൈവേർട്ട് ചെയ്യും. ആ ഗ്യാപ്പിൽ ബോണി ആണെങ്കിൽ ബാക്ക് ടു നോർമൽ ആവും. പക്ഷെ ആ വില്ലത്തിക്ക് അവളെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. അവൾ ക്യാഷ്ലായി മെഡിസിനൊക്കെ കൊടുത്ത് അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത സ്റ്റസി ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ആ ഒരു ഐലാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റസി ആണെങ്കിൽ ഇപ്പൊ കോമയെ അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ കോമയോട് തീർത്തു പറയും, നിന്റെ റിസർച്ചും ടെസ്റ്റും ഒക്കെ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ മുതൽ ആ പ്രോസസ്സ് അത് സ്റ്റാർട്ട് ചെയ്യും. 1 വർഷത്തിനുള്ളിൽ നീ കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈബോർക്കായി മാറും. നിന്റെ ഉള്ളിലുള്ള ഇമോഷൻസ്, മെമ്മറീസ് അതെല്ലാം നിനക്ക് നഷ്ടപ്പെടും. കോമയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നും. കാരണം ആ ഒരു റിസർച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോൾ അവനൊരു സൈബോർക്കാവും. അവന്റെ മകളെ പോലും അവൻ മറന്നുപോകും. പൂർണ്ണമായിട്ട് എനിക്ക് എന്നെ നഷ്ടപ്പെടുന്നതിന് മുൻപ് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് എന്റെ മകൾക്ക് വേണ്ടി എഴുതണം. അവളുടെ 10ാമത്തെ ബർത്ത്ഡേ എനിക്ക് ഇപ്പോഴേ വിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൻ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ബോണി ആണെങ്കിൽ അവൾ ഹാപ്പിയായി അവളുടെ 9th ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാവരും അവളുടെ പപ്പയെ അവൾ മിസ് ചെയ്യാൻ പാടില്ല ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ആ ഒരു ബർത്ത്ഡേ പാർട്ടി അതൊരു ഉത്സവമാക്കി മാറ്റും. ഇതൊക്കെ ആഘോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഇപ്പൊ എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവൾ പതിയെ എഴുന്നേറ്റ് ആ ലെറ്റർ ബോക്സ് അതൊന്ന് ചെക്ക് ചെയ്യുക. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കോമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറക്കാനായിട്ട് പലത് ചെയ്തെങ്കിലും അവൾ കോമയെക്കുറിച്ച് മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വിഷിംഗ് ലെറ്റർ കിട്ടാനായിട്ട് അവൾ കൊതിയോടുകൂടെ അത്രയും നേരവും കാത്തിരിക്കുകയായിരുന്നു. ഗ്രാൻഡ്മ പറഞ്ഞതും 9th ബർത്ത്ഡേക്ക് പപ്പയുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വരുമെന്ന് തന്നെയാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് ലെറ്റർ അയച്ചില്ല. ഇനി ഒരു പക്ഷേ എന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ച് അവൾ ഹൃദയം തകർന്ന് കരയും. അതേസമയം ഇവിടെ റെവല്യൂഷണറി ആർമി കാണിക്കും. അവിടെ ഡ്രാഗൺ ആണെങ്കിൽ ഇപ്പൊ കോമയെക്കുറിച്ചുള്ള ന്യൂസ് കേട്ട് ഞെട്ടുകയാണ്. അവൻ ഒരുപാട് സ്ഥലത്ത് പോയി പല യുദ്ധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവനിപ്പോ പഴയതുപോലെ ആരോട് സംസാരിക്കാറില്ല, ടൈം സ്പെൻഡ് ചെയ്യാറില്ല, ഒന്നും തന്നെ ചെയ്യാറില്ല. ആരുടെയോ വാക്ക് കേട്ട് അത് ഒബേ ചെയ്ത് അവൻ ജീവിക്കുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ടെന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. മറ്റൊരു ഭാഗത്ത് ഇവിടെ നമ്മുടെ ബോണി പെണ്ണ് അവൾ കണ്ണാടിയിൽ നോക്കും. അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു അസുഖം അതിപ്പോ പൂർണ്ണമായിട്ട് ഭേദമായിരിക്കുകയാണ്. അവൾ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ആ ഗ്രാൻഡ്മയോട് പറയും, ഇനി എനിക്ക് പുറത്തു പോയി സന്തോഷമായിട്ട് ജീവിക്കാം, എനിക്ക് എൻ്റെ പപ്പയെ മീറ്റ് ചെയ്യാം. അവളത് പറയേണ്ട താമസം ആ വില്ലത്തി അവിടേക്ക് വരും. നോ, നിനക്കിപ്പോ പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. 10 വയസ്സ് വരെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നതാണ് ഞങ്ങളുടെ മിഷൻ. 10th ബർത്ത്ഡേക്ക് ശേഷം മാത്രമേ നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റൂന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് വീണ്ടും ഒത്തിരി വിഷമം. ബോണിപ്പെണ്ണാണെങ്കിൽ അല്പസമയം തല താഴ്ത്തിയിരിക്കും. അതിനുശേഷം ഡോക്ടർ വേഗോഫ് പങ്ക് പറഞ്ഞ കാര്യം അവൾ ആലോചിക്കുകയാണ്. വെറും 1 വർഷം കൊണ്ട് അവളുടെ അസുഖം അത് പൂർണ്ണമായിട്ട് മാറി അവൾക്ക് പുറത്തു പോകാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്തതാണ്. അവൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെററായിട്ട് പറയും, എനിക്ക് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഞാൻ പുറത്തേക്ക് പോകുന്നു പറഞ്ഞ് അവൾ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. അത് കണ്ട ആ ഒരു വില്ലത്തി അവള് ബോണിയുടെ കൈ പിടിച്ച് വലിച്ച് അവൾ ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം അവളോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് കടന്നു പോവാണ്. ആ എൽഡേഴ്സിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഒരു നേഴ്സായി ഇവള് എന്തിന് ഈ കൊച്ചു കുഞ്ഞിനോട് ഇത്ര ക്രൂരത കാണിക്കുന്നു? അപ്പോഴായിരിക്കും ആ ഗ്രാൻഡ്മ അവളെ കുറിച്ചുള്ള രഹസ്യം പറയാ. അവൾ ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അവൾ ഒരു നേഴ്സല്ല, ഗവൺമെന്റിന്റെ ഇന്റലിജൻസ് ഏജൻസിയിലുള്ള ഒരു ലേഡിയാണ്. അവൾ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ബോണിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ബോണിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവള് ബോണിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല കൂമയുടെ ഒരു തരത്തിലുള്ള ലെറ്ററും കോണ്ടാക്റ്റും ഒന്നും തന്നെ ബോണിയുടെ അടുക്കലേക്ക് എത്താത്തതിൻ്റെയും കാരണക്കാരി അതിവൾ തന്നെയാണ്. ആ അമ്മൂമ്മയാണെങ്കിൽ അവരുടെ തലയിലുള്ള തൊപ്പി അതിപ്പോൾ ബോണിപ്പെണ്ണിന്റെ തലയിൽ വെച്ചു കൊടുക്കും. ഒരു കാരണവശാലും നീ ഇനി ഇവിടെ തുടരാനായിട്ട് പാടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ നിനക്കൊരിക്കലും നിന്റെ പപ്പയെ കാണാനായിട്ട് കഴിയില്ല. നാളെ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിനുള്ള അറേഞ്ച്മെന്റ്സ് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം നീ നിന്റെ പപ്പയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ആ ഗ്രാൻഡ്മയാണെങ്കിൽ വലിയൊരു ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ആ വില്ലത്തി പെണ്ണിനോട് താൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഓൾറെഡി ഫിഷർമാൻസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരോട് സഹായം ചോദിച്ചു വെച്ചിരുന്നു. സോ അവരെ ലക്ഷ്യമാക്കി അവരിപ്പോ കടൽക്കരയിലേക്ക് പോവാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. പുറത്തേക്ക് പോയത് ആ ഗ്രാൻഡ്മയല്ല, ഗ്രാൻഡ്മയുടെ ലുക്കില് നമ്മുടെ ബോണി പെണ്ണാണ്. അവൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ആ സന്തോഷത്തില് തണുത്ത കാറ്റും സൺലൈറ്റും
എല്ലാം തന്നെ ആസ്വദിച്ച് കടൽക്കരയിലേക്ക് ഓടും. അതേസമയം ഇവിടെ ആ ഏജന്റ് അവളാണെങ്കിൽ ചർച്ച മുഴുവൻ കയറി ഇറങ്ങി പരിശോധിക്കും. അവിടെ എവിടെയും ഇപ്പൊ ബോണി പെണ്ണിനെ കാണാനില്ല. അവൾ ദേഷ്യപ്പെട്ട് ആ എൽഡേഴ്സിനോട് ചോദിക്കും. അവര് മറുപടി പറയാതെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവൾ കാണും ആ ഗ്രാൻഡ്മ അവരവിടെ തന്നെയുണ്ട്. സോ അവൾക്ക് മനസ്സിലാവും അവളെ ചീറ്റ് ചെയ്ത് ആ ബോണി അവൾ രക്ഷപ്പെട്ടു പോയെന്ന്. ഇവിടെ ബോണി പെണ്ണാണെങ്കിൽ കടൽക്കരയിൽ എത്തിക്കഴിഞ്ഞു. അവൾക്ക് പോകാനുള്ള കപ്പല് അത് പിസയുടെ ഷേപ്പിൽ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ബോണി പെണ്ണാണെങ്കിൽ കപ്പലിൽ കയറി അവളുടെ യാത്ര ആരംഭിക്കും. പക്ഷെ അടുത്ത നിമിഷം ആ സൈബർ പോൾ ഏജന്റ് അവൾ അവിടേക്ക് വരികയാണ്. അവൾക്കാണെങ്കിൽ 6 പവേഴ്സ് ഉണ്ട്. അവൾ എയർ വാക്ക് ചെയ്ത് ഇപ്പൊ ബോണിയെ കൊല്ലാനായിട്ട് കപ്പലിന്റെ നേർക്ക് വരികയാണ്. ബോണി പെണ്ണാണെങ്കിൽ ഒരു സെക്കൻഡ് വിഷമിച്ച് അവളുടെ പപ്പയെ കുറിച്ച് ആലോചിക്കും. അപ്പോഴായിരിക്കും പപ്പ പറഞ്ഞ നിക്കയെ കുറിച്ച് ഓർമ്മ വരിക. എനിക്ക് എന്റെ പപ്പയെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞ് അടുത്ത നിമിഷം അവൾ ആ ജയന്റ് ലേഡിയായിട്ട് മാറും. ആ ഏജന്റ് ആണെങ്കിൽ അടുത്തേക്ക് വരെ അവളുടെ കൈ അതങ്ങനെ വീർപ്പിച്ച് ഏജന്റ് ക്ലോസ് തന്നെ താമസം അവളുടെ മുഖത്ത് തന്നെ ഒരു പഞ്ച്. ആ ഒരു പഞ്ചില് ഏജന്റ് കംപ്ലീറ്റ് ആയിട്ട് ലോക്ക്ഡൌൺ ആയിട്ട് താഴെ വീഴും.